വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 408. ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെ അതിജീവിക്കാൻ പഠിക്കുക. 7 ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാവുക എന്നാൽ ശക്തനാവുക എന്നാണ് മലയാളത്തിലെ മിനിക്കഥകളുടെ സുൽത്താൻ PK പാറക്കടവിൻ്റെതായി വായിച്ച ഒരു വാചകമാണിത്. ഏകാന്തതയുടെ ദുരിതങ്ങൾ പേറുന്നവർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന ഒരു വാചകമായാണ് ഞാനിതിനെ കാണുന്നത്. ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും ഏകാന്തതയും നാം ജീവിക്കുന്ന സമൂഹത്തിലെ അഭിവാജ്യ ഘടകമായി മാറുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ നാം കണ്ടെത്തിയേ പറ്റൂ. ഏകാന്തത ഗുരുതരമായൊരു മാനസികാരോഗ്യ അടിയന്തരാവസ്ഥയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാം ജീവിക്കുന്ന ലോകത്തെ ഗുരുതരമായ മാനസികാരോഗ്യ വെല്ലുവിളിയായി ഏകാന്തത മാറിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിലും തനിച്ചാകുന്ന എത്രയോ പേരാണ് നമുക്കൊക്കെ ചുറ്റും കഴിയുന്നത്. ന്യൂക്ലിയർ കുടുംബങ്ങളും പുതിയ ജീവിത രീതികളുമൊക്കെ സൃഷ്ടിച്ച സാമൂഹിക വിപ്ലവവും ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും പരിസരമൊരുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു. നമുക്ക് ചുറ്റും വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങളും കെയർ ഹോമുകളുമൊക്കെ നാം കാണാതിരുന്നുകൂടാ. ചുറ്റുപാടും ആളുകളുണ്ടാകുമ്പോഴും വികാരവിചാരങ്ങൾ പങ്കുവയ്ക്കാനോ ഉള്ളു തുറന്ന് സംസാരിക്കുവാനോ ആരുമില്ലാതെ നൊമ്പരപ്പെടുന്ന എത്രയോ പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്. സഹാനുഭൂതി, സ്നേഹം, ഗുണകാംക്ഷ തുടങ്ങിയ വികാരങ്ങളാൽ സമ്പന്നമായ സാമൂഹിക പരിസരം സൃഷ്ടിക്കാനായാൽ ഈ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാനായേക്കും. തങ്ങളെ കേൾക്കാൻ ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റം ചെറുതല്ല. വീടുകളിൽ പത്രം വിതരണം ചെയ്യുന്ന ഒരു പയ്യന്റെ അനുഭവമെന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ച ഒരു കുറിപ്പ് വളരെ ഹൃദയസ്പർശിയായി തോന്നി. നമ്മളിൽ ഭൂരിഭാഗം പേരും ഇന്നോ നാളെയോ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഗതികേടിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കുറിപ്പാണിത്. ഞാൻ പത്രമിടുന്ന ഒരു വീട്ടിലെ മെയിൽ ബോക്സ് അടഞ്ഞിരിക്കുന്നത് കണ്ട് ഞാൻ സൈക്കിളിൽ നിന്നിറങ്ങി അവരുടെ കോളിംഗ് ബെല്ലമർത്തി. നിലത്തുറയ്ക്കാത്ത കാൽവെപ്പുകളോടെ ഒരു വൃദ്ധൻ പതിയെ നടന്നുവന്ന് വാതിൽ തുറന്നു. ഞാൻ ചോദിച്ചു, സാറേ, എന്താ ഞാൻ പത്രമിടാറുള്ള ബോക്സ് അടഞ്ഞിരിക്കുന്നേ? അയാൾ പറഞ്ഞു, ഞാനത് മനഃപൂർവ്വം പൂട്ടിവെച്ചതാ. ചിരിച്ചുകൊണ്ട് അയാൾ തുടർന്നു, നീ എനിക്ക് എന്നും ന്യൂസ് പേപ്പർ കയ്യിൽ കൊണ്ടുവന്ന് തരണം. കതകിൽ മുട്ടുകയോ ബെല്ലടിക്കുകയോ ചെയ്താൽ മതി, ഞാൻ വന്ന് തുറന്നോളാം. എനിക്കൊന്നും പിടികിട്ടിയില്ല. അത് പിന്നെ സർ, അത് നമുക്ക് 2 പേർക്കും ഇരട്ടിപ്പണിയല്ലേ, അത്രയും സമയവും പോകും. അദ്ദേഹം പറഞ്ഞു, അത് സാരമില്ല, കതകിൽ മുട്ടുന്നതിന് കൂലിയായി ഞാൻ ഓരോ മാസവും നിനക്ക് 500 രൂപ അധികം തരാം. ഒന്ന് നിർത്തിയിട്ട് ദൈന്യത തോന്നുന്ന മുഖഭാവത്തോടെ അയാൾ തുടർന്നു, നിനക്കെന്തെങ്കിലും വരാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളെ നിർബന്ധമായും പറഞ്ഞേൽപ്പിക്കണം. പിന്നെ ഞാൻ വാതിൽ തുറക്കാൻ കുറെ വൈകുകയാണെങ്കിൽ പോലീസിനെ വിളിക്കണം. ഞാൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ? അയാൾ പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചുപോയി. ആകെയുള്ള മകൻ വിദേശത്താണ്. ഞാൻ തനിച്ചാണ് ഇവിടെ താമസം. എന്റെ സമയം എപ്പോൾ വരുമെന്ന് ആർക്കറിയാം? അയാളുടെ കണ്ണ് പതിയെ നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. ഞാൻ പത്രം വായിക്കാറില്ല മോനെ. ഈ വാതിൽക്കലെ മുട്ട് കേൾക്കാനാണ് ഞാൻ പത്രം വരുത്തുന്നത്. പരിചയമുള്ള ഒരു മുഖം കാണാനും പറ്റിയാൽ 2 വാക്ക് ചിരിച്ച് സംസാരിക്കാനും. പിന്നെ അയാൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മോനെ, എനിക്കൊരുപകാരം കൂടി ചെയ്യണം. ഇത് വിദേശത്തുള്ള എൻ്റെ മകന്റെ ഫോൺ നമ്പറാണ്. എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് തോന്നിയാൽ നീ അവനെ ഒന്ന് അറിയിക്കണം. ഇത് വായിച്ചു തീർന്നപ്പോൾ കണ്ണു നിറഞ്ഞു. നമ്മുടെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുപോലെ ഏകാന്തതയിൽ ജീവിക്കുന്ന പ്രായമായ ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടാകാം. അവരെന്നും ഗുഡ് മോർണിംഗ് മെസ്സേജോ കുറേ വട്ടം നമ്മൾ വായിച്ചിട്ടുള്ള എന്തെങ്കിലുമോ ഫോർവേഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന്. പക്ഷേ ആ ഫോർവേഡ് മെസ്സേജുകളെല്ലാം ചിലപ്പോൾ മറ്റൊരു തരത്തിലുള്ള കതകൽ മുട്ടലോ ബെല്ലടിക്കലോ ആയിരിക്കാം. അവർ സുഖമായിരിക്കുന്നു എന്ന് നമ്മൾ അറിയാനുള്ള, അവരുടെ ഏകാന്തതയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ചില മാർഗങ്ങൾ. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ന്യൂസ് പേപ്പറിനേക്കാൾ എന്തുകൊണ്ടും ചിലവ് കുറവ് വാട്സപ്പ് തന്നെയാണ്. ഇതുപോലെ തനിച്ച് താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, പരിചയക്കാരെ നിങ്ങൾക്ക് സമയവും മനസ്സലിവുമുണ്ടെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. ഏതെങ്കിലും ഒരു ദിവസം അവരുടെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ അന്വേഷിക്കുക എന്താണ് കാര്യമെന്ന്. ശല്യമാണെന്ന് നമുക്ക് തോന്നാറുള്ള വാട്സപ്പ് ഗ്രീറ്റിംഗ് മെസ്സേജുകൾ കൊണ്ട് ഇങ്ങനെയും ചില കതകിൽ മുട്ടിക്കലുകൾ നടക്കുമെന്ന കാര്യം നാം ഓർക്കുക. ജീവിതത്തിൽ ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ കൂട്ടുകാരെയും കുടുംബത്തെയും ചേർത്ത് നിർത്തുക. കഴിവും ആരോഗ്യവുമുള്ളപ്പോൾ സമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും കഴിയാവുന്നതൊക്കെ ചെയ്യുക. എങ്കിലും ചിലപ്പോഴെങ്കിലും പടിയിറങ്ങേണ്ടി വരാം. എന്നാൽ എല്ലാ പടിയിറക്കങ്ങളും വേദനയുടേതല്ല. ചില പടിയിറക്കങ്ങളിൽ നിന്നാണ് നമ്മളാവുന്നതും മുമ്പത്തേക്കാൾ മനോഹരമായി ചിരിച്ചു തുടങ്ങുന്നതും. ചെറിയ കാര്യങ്ങളിലെ സന്തോഷം തിരിച്ചറിയുന്നതും മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുന്നതുമാണ് യഥാർത്ഥ ജീവിത വിജയം.
ഇന്നലകളെ ഓർത്ത് ദുഃഖിക്കാതെയും നാളെയെക്കുറിച്ച് അമിതമായി ആകുലപ്പെടാതെയും ഇന്നിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിലാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.